വാട്സപ്പ് ചാറ്റുകളടക്കം അദ്ദേഹം മൊഴിയായി നൽകി. ഏറ്റവും പ്രധാനമായി കരിയർമാരായി വന്നവരെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്തു. നിരവധി സ്ത്രീകളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. വലിയ ക്രിമിനൽ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് PV അൻവർ MLA. എന്തായാലും വിശദമായ മൊഴി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിലെന്നാണ് പറയുന്നത്. ലൈംഗിക വൈദൃകത്തിന് ഏറ്റവും പ്രധാനമായി പോലീസ് സേനയിലെ ഉന്നതരുടെ ലൈംഗിക വൈകൃതത്തിന് പോലും തന്റെ കയ്യിൽ തെളിവുണ്ട് എന്നടക്കം അദ്ദേഹം പറഞ്ഞു. അനുമോദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അനുമോദ്, വിശദമായി മൊഴി നൽകി എന്ന് തന്നെയാണ് അൻവർ MLA പറഞ്ഞതല്ലേ? രാവിലെ 11 മണിക്ക് ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വളരെ വിശദമായിട്ട് തന്നെ തന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ എല്ലാ പരാതികളുടെയും ആരോപണങ്ങളുടെയും കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. തന്റെ കൈവശമുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ MR അജിത് കുമാർ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തുവിട്ടതിന് പിന്നിൽ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. അന്ന് ദിവസം രാവിലെ 9:53 തനിക്ക് ആ വിവരം ലഭിച്ചതാണ്. താൻ ആ വിവരം അറിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുൻപ് തന്നെ VD സതീശൻ ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ഈ വിവരം പുറത്തുവിടുകയും അത് പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് കൃത്യമായിട്ട് തന്റെ VD സതീശന് നേരെ നടക്കുന്ന കേസുകളെ സ്വാധീനിക്കുവാൻ വേണ്ടിയാണ് എന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ജില്ലയിൽ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ അത് ഒരു പടി കൂടി കടന്ന് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ സ്വർണം കടത്തുന്ന സ്ത്രീകളെ അവരെ പോലീസ് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു, രതി വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഇതിന് ഇരകളായ സ്ത്രീകൾ പുറത്തു വരുമെന്നും അവരുടെ വിശദാംശങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പുറത്തു വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ SP സുജിത് ദാസിനെതിരെ കൂടുതൽ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനുള്ളിൽ വളപ്പിനുള്ളിൽ ഒരു കെട്ടിടം അനധികൃതമായി സർക്കാരിന് അനുവാദമില്ലാതെ നിർമ്മിച്ചുവെന്നും അതിന് അനധികൃത പണപ്പിരിവ് നടത്തിയെന്നുള്ള ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്.